ഡിമാർട്ട് വെറും ഒരു സൂപ്പർ മാർക്കറ്റ് അല്ല, ഇതൊരു റീറ്റെയിൽ വിപ്ലവമാണ്. 2002 റിലയൻസ് പോലുള്ള ഭീമന്മാരെ മറികടന്നുകൊണ്ട് ഒരു സ്റ്റോറിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ റീറ്റെയിൽ ശൃംഖലയിലേക്ക് കടന്ന കഥ. മറ്റുള്ളവർ ഫാൻസി മാളുകളിൽ സൂപ്പർ മാർക്കറ്റുകൾ തുറക്കാൻ തിരക്കുകൂട്ടിയപ്പോൾ ഡിമാർട്ട് സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ഒറ്റപ്പെട്ട സ്റ്റോറുകൾ തിരഞ്ഞെടുത്തു. ബിഗ് ബസാർ പോലുള്ള ചില്ലറ വ്യാപാരികൾ എല്ലാ പ്രോഡക്റ്റുകളും സ്റ്റോക്ക് ചെയ്തു. ആളുകൾ തിരിഞ്ഞു നോക്കാതായതോടെ വാങ്ങിക്കൂട്ടിയ പ്രോഡക്റ്റുകൾ നഷ്ടം സംഭവിച്ചു. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഡിമാർട്ട് വളരെ വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത്. പലചരക്ക് സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ, പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് എന്നിവ പോലുള്ള വേഗത്തിൽ വിൽക്കുന്ന അവശ്യ വസ്തുക്കൾ മാത്രം അവർ സ്റ്റോക്ക് ചെയ്തു. ഇതുവഴി സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയും ലോ സ്റ്റോറേജ് കോസ്റ്റും ഉപഭോക്താക്കൾക്ക് വൻതോതിലുള്ള കിഴിവും നടപ്പിലാക്കി. മിക്ക റീറ്റെയിലർമാരും ക്രെഡിറ്റിൽ സ്റ്റോക്ക് വാങ്ങിയപ്പോൾ ഡിമാർട്ട് വിതരണക്കാർക്ക് മുൻകൂറായി പണമായി നൽകി വന്നു. അതുവഴി അവർ മികച്ച ഡീലുകളും കൂടുതൽ കിഴിവുകളും നേടി. കൂടാതെ വിതരണക്കാർ മറ്റുള്ളവരെക്കാൾ ഡിമാർട്ടിന് മുൻഗണന നൽകി വന്നു. അങ്ങനെയാണ് ഡിമാർട്ട് വളരെ വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴും സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വിൽക്കുന്നത്. ഡിമാർട്ട് വളർന്നു. ഒരേ സമയം 100 കണക്കിന് സ്റ്റോറുകൾ തുറന്നു. ഓരോ സ്റ്റോറും മറ്റൊന്ന് തുറക്കുന്നതിന് മുൻപ് പണം സമ്പാദിക്കുന്നുവെന്ന് അവർ ഉറപ്പാക്കി. ഇന്നവർക്ക് 150-ലധികം സ്റ്റോറുകളും ഇവയെല്ലാം ബാധ്യതയില്ലാതെയുമാണ് പ്രവർത്തിക്കുന്നത്. 2017 അവർ അവരുടെ ആദ്യ IPO അവതരിപ്പിച്ചു. മാസങ്ങൾക്കുള്ളിൽ സ്റ്റോക്ക് മൂല്യം 4 ഇരട്ടിയായി. ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ IPOകളിൽ ഒന്നാണിത്. മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഡിമാർട്ടിനെ വ്യത്യസ്തമാക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഫോക്കസ് ഓൺ എഫിഷ്യൻസി, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കസ്റ്റമർ ലോയലിറ്റി. ഈ 3 ഘടകങ്ങൾ മുൻനിർത്തിയാണ് ഡിമാർട്ട് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായി മാറിയത്. ഇനി ഏത് ബിസിനസ് ആശയമാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ.